എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അനീഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം ഈ ജനുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അനീഴം നക്ഷത്രക്കാർക്ക് ഈ ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Four of Swords, Chariot, Queen of Swords, Knight of Swords, Four of Pentacles, King of Swords. Okay. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. കൂടുതലായിട്ടും ജീവിതത്തിൻ്റെ പല തലത്തിൽ മാറ്റങ്ങൾ വരുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള ആദ്യം തന്നെ പറയട്ടെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫോർ ഓഫ് സോർഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് സോർഡ്സ് എനർജിയാണ്. ഫോർ ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, എല്ലാ എനർജി കണക്ഷൻസും ഉണ്ട്. അപ്പോൾ സോർഡ് എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, സോർഡ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് യുദ്ധം അല്ലെങ്കിൽ ഒരു പലതരത്തിലുള്ള ഒരു മെസ്കുലൈൻ എനർജിയാണ് സോർഡ്. നമ്മൾ പറയുമല്ലോ മെസ്കുലൈൻ സൈഡ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ശൗര്യം, വാശി, ദേഷ്യം, അപ്പോൾ അതൊരു പ്രശ്നം, വഴക്കുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പല സാഹചര്യങ്ങളും നിങ്ങൾ വിചാരിച്ചാൽ അത് ഒഴിവാക്കി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു സമയത്ത് സംഭാഷണം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൻ്റെ ടോൺ, ഏത് രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ ആ പറയുന്ന രീതി ഉണ്ടല്ലോ, ആ രീതി രണ്ട് തരത്തിൽ പറയാം. ചില ആളുകൾ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം ശരിയാണെങ്കിലും അത് മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതി, മറ്റു ചിലർ പറയുന്ന രീതി വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ അവർ ഈ പറയുന്ന കാര്യം തന്നെ സത്യസന്ധമായിട്ട് എല്ലാം തുറന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ കേൾക്കും. ഇപ്പോൾ ഇന്നസെൻ്റ് കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കും ദേഷ്യം തോന്നാത്ത രീതിയിലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയും, സിനിമാ നടന്മാരിൽ പറയുകയാണെങ്കിൽ മമ്മൂട്ടി വെട്ടി തുറന്ന് പറയുന്നു, പക്ഷെ അദ്ദേഹം പറയുന്ന രീതിയും വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് കൊണ്ട് മറ്റേ ആൾ ലളിതമായിട്ട് അല്ലെങ്കിൽ കോമഡി കലർത്തി പറയുമ്പോൾ ആളുകൾ അത് വേറെ രീതിയിൽ, പക്ഷേ രണ്ടുപേരും പറയുന്നത് സത്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മാസം അല്ലാത്ത പക്ഷം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഒന്നുകിൽ കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഇൻസൾട്ടായിട്ട് ഒരു കാര്യം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം രണ്ട് തരത്തിലേക്ക് പോവാം. അപ്പോൾ കോംപ്ലിമെൻ്റ് ആയിട്ട് പറഞ്ഞാൽ പോലും ചില ആളുകൾ വാശി പിടിപ്പിക്കുന്ന രീതിയിലേക്ക് വരാം. അങ്ങനെയുള്ളൊരു സാഹചര്യം പറയുമ്പോൾ അത് നിങ്ങൾ ദേഷ്യം പിടിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളത് എടുത്ത് പറയുന്നു. ഇവിടെ നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൊസിഷനിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുക. വളരെ ഹയർ പൊസിഷനിലേക്ക്, വലിയ അതോറിറ്റി പൊസിഷനിലേക്കൊക്കെ നിങ്ങൾ എത്തുന്നുണ്ട്. സോഡ് എനർജി എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ അധികാരസ്ഥാനത്തേക്ക്, ഉദ്യോഗക്കയറ്റം, അധികാരസ്ഥാനം, ധൈര്യം, ശൗര്യം, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു വലിയ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ മിലിറ്ററി, എയർഫോഴ്സ് അതുപോലെയുള്ള മേഖലകൾ, പോലീസ് അതുപോലെയുള്ള മേഖലകളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഒരേ തലത്തിൽ, രണ്ട് തരത്തിൽ ഇത് ഉപയോഗിക്കാം. ഒരു മസ്കുലിനിറ്റി, അതോറിറ്റി, പ്രൊട്ടക്ഷൻ, സ്ട്രെങ്ത്, ഇതൊക്കെ കാണിക്കുന്ന ഒരു രീതിയിലുള്ള ജോലിയാണെങ്കിൽ അത് ചെയ്യേണ്ടടുത്ത്, കാണിക്കേണ്ട രീതിയിൽ, കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കുന്നു എങ്കിൽ വലിയ ഉയർന്ന പൊസിഷനിലേക്ക്, ഉയർന്ന പോസ്റ്റിലേക്ക് പോകാം. അതേ രീതി തന്നെ ഓരോ ആരോടെ ഇങ്ങനെ എവിടെ എന്നുള്ളത് വളരെ പ്രാധാന്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾ നല്ലൊരു പൊസിഷനിലേക്ക് എത്താം. ഹയർ പൊസിഷനിൽ, അതോറിറ്റി പൊസിഷനിൽ, പൊളിറ്റിക്സിലൊക്കെ ഇരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകൾ. അപ്പോൾ ആലോചിക്കാതെ ഒന്നും പറയാതിരിക്കാം. എന്ത് ചോദ്യങ്ങൾ, ഇപ്പോൾ നിങ്ങളൊരു സെലിബ്രിറ്റി ആണെങ്കിൽ പ്രത്യേകം വീണ്ടും ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഒരു 2 നിമിഷം
ആലോചിക്കുക എന്താ പറയേണ്ടത് എന്നുള്ളത്. അപ്പം തന്നെ പെട്ടെന്ന് ഉത്തരം പറയാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം തന്നെയാണ്. കുടുംബത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും അത് ശ്രദ്ധിക്കുക. പിന്നെ ചെറിയറ്റ് എനർജി 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ആദ്യം തന്നെ ചെറിയറ്റ് എനർജി പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു, പ്രത്യേകിച്ച് വാഹനങ്ങൾ മറ്റും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഒരു നല്ലൊരു സാഹചര്യം ആണ് സൂചിപ്പിക്കുന്നത്. വാഹനയോഗം കാണിക്കുന്നുണ്ട്. അതേപോലെ വിജയസാധ്യതകളേറെ നിൽക്കുന്നൊരു മാസമാണ്. വിൽ പവർ, ആത്മവിശ്വാസം വളരെ കൂടുതലുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആഗ്രഹിച്ച കാര്യങ്ങൾ ആഗ്രഹിച്ച സമയത്ത് ആഗ്രഹിച്ച പോലെ നേടാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതേപോലെ വാഹനം വാങ്ങിക്കാനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങിക്കാൻ പറ്റിയൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയാം. നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഇത് സൂചിപ്പിക്കുന്നത് 2 തലത്തിലുള്ള കാര്യങ്ങൾ. ഒന്ന്, ഹയർ പൊസിഷനിൽ അതോറിറ്റി പൊസിഷനിലേക്ക് എത്തുന്ന ജോലി സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. സാമ്പത്തികമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ വാങ്ങിക്കാനുള്ള സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നു. പിന്നെ പലപ്പോഴും ഇത് സൂചിപ്പിക്കുന്ന സ്പീഡാണ്. അപ്പോൾ ധൃതിയുടെ കൂടുതലൊന്നും ചെയ്യാതിരിക്കും. അത് ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന സമയമാണ്. ഇപ്പോൾ പെട്ടെന്ന് ആലോചിച്ച് തീരുമാനങ്ങളിലേക്ക് പോകുന്നതാണെങ്കിൽ ആലോചിക്കാൻ നല്ല രീതിയിൽ ആലോചിച്ചിട്ടാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് കൂടി എടുത്ത് പറയുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ഒരു എന്താണ് മനസ്സിൽ, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മനസ്സിലൊരു ചിന്തയാണ്. അതായത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമോ, അത് പിന്നെ എടുത്ത് പറയേണ്ടുന്ന കാര്യം സൗഹൃദങ്ങളിലൂടെ ധനം, നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത കാണിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തായതുകൊണ്ട് കൊടുക്കാതിരിക്കാനും പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് അനാവശ്യമായിട്ടുള്ള ചിന്തയാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. ധനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത മനസ്സിൽ വരുത്താതിരിക്കുക. അത് അനാവശ്യ ചിന്തയാണ്. ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇച്ചിരി പിശുക്ക് കൂടുതലായിരിക്കും ഈ ഒരു മാസത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ പണം ചിലവാക്കാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കയ്യിൽ നിന്ന് പണം ആർക്ക് കൊടുക്കാനും ബുദ്ധിമുട്ടാണ് പൊതുവേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചിന്തയൊക്കെ വരുന്നത്. അപ്പോൾ ഈ കടയിൽ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനാണെങ്കിൽ പോലും വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കണോ വേണ്ടയോ എന്ന് 100 തവണ ചിന്തയായിരിക്കും. അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചുകൊണ്ടേ വയ്ക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയും കണ്ട് എടുക്കുക. ജീവിക്കാൻ അത്യാവശ്യമുള്ളത് ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വലിയ ചിലവൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ചിലവുകളാകാം. അപ്പോൾ ക്യൂൻ ഓഫ് സോട്സ് ആൻഡ് കിങ് ഓഫ് സോട്സ് എനർജിയാണ്. ഇവിടെ ഈ ഒരു മാസം നിങ്ങൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്, ആലോചിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പൊതുവേ ഈ ഒരു മാസം അവസാനത്തിൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഈ ഒരു മാസം അവസാനത്തിലേക്ക് വെക്കുന്നതാണ്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞു കുറച്ച് ധൃതിയുടെ കൂടുതൽ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാസം അവസാനത്തെ, അതായത് 22-ാം തീയതിക്ക് ശേഷം വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങളെല്ലാം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കാൻ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പൈസ, ഇതൊക്കെയാണെങ്കിൽ കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ വളരെയധികം പക്വതയോട് കൂടിയിട്ട് ആലോചിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസം അവസാനത്തിലേക്ക് വയ്ക്കുന്ന പല കാര്യങ്ങളും വളരെ പക്വമായിട്ടുള്ള തീരുമാനത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ കിങ് ഓഫ് സോട്സ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി കിങ് ഓഫ് സോട്സ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു സന്തുലിതാവസ്ഥ ജീവിതത്തിൽ, അടുത്തിടയ്ക്കായിട്ടൊരു സമാധാനവും സ്വസ്ഥയും ഇല്ലാത്തൊരു ജീവിതത്തിൽ കുറച്ചൊരു സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്ന സമയമാണ്. സമാധാനം, ക്ഷമ, അല്ലെങ്കിൽ ഒരു മാസാവസാനം പൊതുവേ ഒരു നല്ലൊരു അന്തരീക്ഷം പൊതുവേ ഫാമിലി ലൈഫിലാണെങ്കിലും അതേപോലെ പേഴ്സണൽ ലൈഫ് അല്ലാതെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ പൊതുവേ നല്ലൊരു സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. ദൈവിക കാര്യങ്ങളിലും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫാമിലി ലൈഫിൽ വഴക്കുകളും കാര്യങ്ങളൊക്കെ മാറി കുറച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാം തുറന്ന് സംസാരിക്കാൻ, ആവശ്യ വഴക്കുകളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ മുന്നോട്ടേക്ക് നീങ്ങുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ ഒരു മാസം അവസാനത്തോട് വരുമ്പോൾ നല്ലൊരു സമയമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.